SS2 ഏഴാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗമായ ഇന്ത്യയിലെ കാലാവസ്ഥാ ഭേദങ്ങളെയാണ് നമ്മൾ ഈ പാർട്ടിൽ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ജൂൺ കേരളത്തിൻ്റെ മഴമാസമാണ്. സ്കൂൾ തുറക്കുന്നു, മഴ പെയ്യുന്നു, ഇതെല്ലാം കേരളത്തിൻ്റെ ഒരു ജീവിത താളമാണ്. ഇതേ സമയം ഇന്ത്യയുടെ വടക്കുഭാഗത്തുള്ള രാജസ്ഥാനിൽ ഈ സമയം ചൂടേറിയ മാസമാണ്. ജനുവരിയിൽ രാജസ്ഥാനിൽ അതിശൈത്യം കൊണ്ട് സ്കൂളുകൾ അടയ്ക്കുന്നു. നവംബർ മാസമാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉച്ചതിരിഞ്ഞ് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയുണ്ടാകുന്നു. ഇങ്ങനെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ കാലാവസ്ഥാ ഭേദങ്ങളാണ് അനുഭവപ്പെടുന്നത്. എന്തായിരിക്കാം ഇതിനുള്ള കാരണങ്ങൾ? ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം എന്നതാണ് ആദ്യം നാം തിരിച്ചറിയുന്നത്. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഈ ഘടകങ്ങളാണ് ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്. ഇങ്ങനെ വിവിധ ഘടകങ്ങളാൽ ഇന്ത്യൻ ഋതുക്കൾ സ്വാധീനിക്കപ്പെടുന്നതിൻ്റെ ഫലമായി ഇന്ത്യയിൽ 4 വിധത്തിലുള്ള ഋതുക്കൾ അനുഭവപ്പെടുന്നു. ഇന്ത്യയിലെ കാലാവസ്ഥാ ഭേദങ്ങളെ 4ആയി തരംതിരിക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഇങ്ങനെയാണ് 4 ഋതുക്കൾ. ഓരോ ഋതുക്കളും എന്തുകൊണ്ടാണ് അനുഭവപ്പെടുന്നത്? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അവയുടെ സ്വാധീനം? അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം തുടങ്ങിയവ നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. 1. ശൈത്യകാലം. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിലെ ശൈത്യകാല ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ മാസങ്ങളിൽ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്? സൂര്യൻ്റെ ദക്ഷിണായന കാലമാണിത്. ഉത്തര അർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ സൂര്യൻ്റെ ദക്ഷിണായന കാലത്ത് ശൈത്യം അനുഭവപ്പെടുന്നു. ഈ കാലയളവിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കനത്ത മൂടൽമഞ്ഞും ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ മഞ്ഞുവീഴ്ചയും ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ഒരു മാപ്പ് കാണുന്നുണ്ടാവും. ആ മാപ്പിനൊരു പ്രത്യേകത, തെക്ക് നിന്നും വടക്കോട്ട് പോകുന്തോറും താപനില കുറഞ്ഞു വരുന്നതായി കാണാം. എന്താണ് ഇതിനുള്ള വ്യത്യാസം? ജനുവരി മാസത്തെ ഇന്ത്യയിലെ താപ വ്യതിയാനത്തെ സംബന്ധിക്കുന്ന ഭൂപടമാണ്. എന്താണ് ഇതിനുള്ള കാരണം? ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാലാവസ്ഥാ ഭേദത്തിന് സ്വാധീനിക്കുന്ന ഒരു ഘടകമായ സമുദ്രത്തിൻ്റെ സാമീപ്യമാണ് ഇതിൻ്റെ കാരണം. വടക്കൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ തെക്കൻ സംസ്ഥാനങ്ങൾ സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് സമുദ്ര സാമീപ്യം മൂലമാണ് അവിടെ താപനില കൂടുതലും എന്നാൽ വടക്കൻ പ്രദേശത്ത് താപനില കുറഞ്ഞും അനുഭവപ്പെടുന്നത്. ഈ സമയത്തെ മറ്റൊരു അന്തരീക്ഷ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത എന്നറിയപ്പെടുന്നത്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം കിഴക്കോട്ടു നീങ്ങി, അതായത് ഇന്ത്യയുടെ ഭാഗത്തേക്ക് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യയിലെ ഉത്തര സമതല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നു. ഇതാണ് പശ്ചിമ അസ്വസ്ഥത. ഈ മഴ ശൈത്യകാല വിളകളായ ഗോതമ്പ് തുടങ്ങിയവയ്ക്ക് വളരെയധികം പ്രയോജനകരമാണ്. ജെറ്റ് പ്രവാഹങ്ങൾ ട്രോപ്പോസ്ഫിയറിന് മുകളിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമായ
ജെറ്റ് പ്രവാഹങ്ങളാണ് ഈ മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. രണ്ടാമത്തെ ഇന്ത്യൻ ഋതു ആണ് ഉഷ്ണകാലം. സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ തീക്ഷ്ണമായ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ എന്ന സ്ഥലത്താണ്. ഈ കാലഘട്ടത്തിനാണ് ലൂ, മാംഗോ ഷവേഴ്സ് തുടങ്ങിയ പ്രാദേശിക വാദങ്ങൾ വീശുന്നത്. ഒരു ഭൂപടം ശ്രദ്ധിക്കുക. മെയ് മാസത്തെ ഇന്ത്യയിലെ താപവ്യതിയാനത്തെ സംബന്ധിക്കുന്ന ഭൂപടമാണ്. ഇതിൽ നേരത്തെ ജനുവരി മാസത്തെ താപവ്യതിയാനം കാണുമ്പോൾ വടക്കോട്ട് പോകുന്തോറും താപം കുറയുകയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തെക്കോട്ട് പോകുന്തോറും താപം കുറയുകയാണ്. ഇതിൻ്റെയും കാരണം സമുദ്ര സാമീപ്യം തന്നെയാണ്. വേനൽക്കാലമാകുമ്പോൾ കരപ്രദേശങ്ങൾ അതിശക്തമായി ചൂട് പിടിക്കുന്നത് കൊണ്ട് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. ആ ന്യൂനമർദ്ദ പ്രദേശത്ത് താപനില ശക്തമാവുന്നു. അതുകൊണ്ടാണ് വടക്കൻ പ്രദേശത്ത് താപം കൂടുകയും തെക്കൻ പ്രദേശങ്ങളിൽ താപം കുറയുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ കാലാവസ്ഥാ ഭേദമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. സ്ക്രീനിൽ നൽകിയിരിക്കുന്ന മാപ്പ് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് എന്ന് നോക്കുക. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാര ഗതിയാണ്. ഈ കാറ്റുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാക്കുന്നത്. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചു ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ഇന്ത്യൻ സമുദ്രത്തിനു മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദം അഥവാ ഉച്ചമർദ്ദം നിലനിൽക്കുന്നതിനാൽ തെക്കുനിന്ന് വടക്കോട്ട്, അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ ഇടയാക്കുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഈ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ ഇവ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായി കണക്കാക്കപ്പെടുന്നു. ഈ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളാണ് മൺസൂൺ കാലത്തെ ഉണ്ടാക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ കാലം അനുഭവപ്പെടുന്നത്. ഈ കാലത്ത് കേരളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വൻതോതിൽ മഴ ലഭ്യമാകുന്നു. അങ്ങനെ ലഭിക്കുന്ന മഴ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി, ഒരു ട്രയാങ്കിൾ ആകൃതി നിലനിർത്തുന്നതുകൊണ്ട് രണ്ട് ശാഖകളായി കരയിലേക്ക് പ്രവേശിക്കുന്നു. ഒന്ന് അറബിക്കടൽ ശാഖ. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ജൂൺ ആരംഭത്തോടെ കേരള തീരത്തെത്തുന്ന ഈ കാറ്റിൻ്റെ ശാഖ കേരളത്തിൽ വ്യാപകമായ മഴ നൽകുന്നു. കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് കടന്ന് അവിടെയെല്ലാം കനത്ത മഴ സൃഷ്ടിക്കുന്നു. ഗുജറാത്തിലെത്തുന്നതോടുകൂടി ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന ഈ മൺസൂൺ ശാഖ ആരവല്ലി പർവ്വതത്തിന് സമാന്തരമായി, അതായത് ആരവല്ലി പർവ്വതത്തിനാൽ തടയപ്പെടുന്നു. അങ്ങനെ സമാന്തരമായി രാജസ്ഥാനിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് വളരെ കുറഞ്ഞ മഴ മാത്രമേ അവിടെ ലഭ്യമാവുകയുള്ളൂ. ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ രണ്ടാമത്തെ ശാഖയാണ് ബംഗാൾ ഉൾക്കടൽ ശാഖ. ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഈർപ്പം ആഗിരണം ചെയ്ത് സുന്ദരവനം ഡെൽറ്റ പിന്നിട്ട് പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് രണ്ടായി പിരിയുകയും ചെയ്യുന്നു. ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെത്തി വലിയ തോതിൽ മഴ ലഭ്യമാക്കുന്നു. മറ്റൊരു ശാഖ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ നൽകുന്നു. പഞ്ചാബ് സമതലത്തിൽ വെച്ച് അറബിക്കടൽ ശാഖയുമായി കൂടിച്ചേർന്ന് വടക്കോട്ടു നീങ്ങുന്ന ഈ മൺസൂൺ കാറ്റുകൾ ഹിമാലയത്തിൻ്റെ
അടിവാര മേഖലകളിൽ കനത്ത മഴ നൽകുന്നു. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് വൻതോതിൽ കാലാവസ്ഥാ ഭേദങ്ങൾക്ക് കാരണമാകുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അല്ലെങ്കിൽ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടും. ഇത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതോടെ ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദം രൂപം കൊള്ളുന്നു. തൊട്ടു മുമ്പ് ന്യൂനമർദ്ദം രൂപം കൊണ്ട ഉത്തര സമതല പ്രദേശങ്ങളിലെല്ലാം ഉച്ചമർദ്ദമാവുന്നു. സമുദ്രത്തിനു മുകളിൽ താരതമ്യേന ന്യൂനമർദ്ദമാകുന്നു. അങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് നിന്നും കാറ്റ് വീശുന്നു. ഈ കാറ്റ് സൃഷ്ടിക്കുന്ന മാറ്റങ്ങളാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. മാപ്പ് വിശദമായി മനസ്സിലാക്കുക. എങ്ങനെയാണ് ഉത്തര മഹാസമതലത്തിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്ന ഈ കാറ്റുകൾ വരണ്ട കാറ്റുകളായതിനാൽ മഴ വളരെ കുറവാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലം വാസ്തവത്തിൽ മഴക്കാലത്തിനും ശൈത്യത്തിനും ഇടയിലുള്ളതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയൊട്ടാകെ ഉയർന്ന ഊഷ്മാവും ആർദ്രതയും നിലനിർത്തുന്നു. ഈ പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട് എന്ന് അറിയപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൻ്റെ ന്യൂനമർദ്ദത്താൽ ആകർഷിക്കപ്പെട്ട് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഈർപ്പം ആഗിരണം ചെയ്ത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതിനാൽ ഇന്ത്യയുടെ കോറമാൻഡൽ തീരം, അതായത് ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട് തീരത്ത് കനത്ത മഴ ഉണ്ടാക്കുന്നു. ഇതാണ് തമിഴ്നാടിൻ്റെ പ്രധാന മഴക്കാലം. കേരളം, കർണാടകം എന്നീ ഭാഗങ്ങളിലും ഈ കാറ്റ് മഴ സൃഷ്ടിക്കാറുണ്ട്. ഇടിയോടുകൂടിയ ഈ മഴക്കാലമാണ് നമ്മൾ തുലാവർഷം എന്നറിയപ്പെടുന്ന മഴക്കാലം. ഇന്ത്യയിലെ മഴ വിതരണത്തെ സംബന്ധിക്കുന്ന ഒരു ഭൂപടമാണ് നിങ്ങൾ കാണുന്നത്. ആ ഭൂപടം നിരീക്ഷിച്ച് പിന്നീട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുക, നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക.